ഇന്നും കുറച്ച് ഇലയും പൂവൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ള ഒരു ഇല വേണം. അതിന് അതൊരെണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സീതത്താലി കൊണ്ട് മാല ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് സീതത്താലി പറിച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു ഐഡിയയും കൂടെ മനസ്സിൽ തോന്നിയത്. അപ്പോൾ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു. ഇന്ന് ഇപ്പോൾ സീതത്താലി വീണ്ടും പറിച്ചെടുക്കുവാണ്. കുറച്ചധികം വേണം കേട്ടോ. മാല ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് മതിയായിരുന്നു. ഇത് കുറച്ചധികം വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ. സീതത്താലിയും പിന്നെ ആ ഒരു ഇലയും ഒരു ചെറിയ തണ്ടും വേണം കേട്ടോ. ഇതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ കമ്പ് നമ്മൾ ആദ്യം ഇങ്ങനെ വെച്ചു, അതിൻ്റെ ചോട്ടിലേക്ക് ഇല വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ സീതത്താലിയാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അടുക്കി വെച്ചപ്പോൾ ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഇതെന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ചെയ്യണം കേട്ടോ. പുതിയതായിട്ട് ചാനൽ കാണുന്നവർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.